ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കയറി കണ്ടു കാണും. അടിപൊളി വിശേഷമാണ്. ഇനിയിപ്പം നാളെ കാണാൻ പോകുന്നത് അതിനപ്പുറം അടിപൊളി വിശേഷമാണ്. അപ്പൊ നാളെ നമ്മൾ മെയിൻ ആയിട്ട് കാണാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, രേവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ സച്ചി രേവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ ശ്രുതിക്ക് എട്ടിന്റെ പണി തന്നെ കിട്ടാൻ പോവാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ നടക്കുകയാണല്ലോ, മുങ്ങി 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 രക്ഷപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ്. ശ്രുതി ഒരു പേരും കള്ളിയാണെന്നുള്ള വിവരം ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ സച്ചിക്ക് നേരിയ തോതിലൊക്കെ ഒരു ചെറിയ സംശയമുണ്ട്. പക്ഷെ അതൊക്കെ സംശയത്തിന്റെ രൂപേണ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാം. രേവതിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു. എന്നിട്ട് രേവതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ചന്ദ്രയാണെങ്കിൽ അയ്യോ ആർക്കും പനി വരാത്ത പോലെയാണല്ലോ, അവൾക്ക് പനി വന്നപ്പോൾ അവളെ അങ്ങോട്ട് പൊക്കി പിടിക്കുന്നത്, അതെ ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രയെ. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി നല്ല മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്റെ ഭാര്യനെ ഞാൻ കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഇരിക്കുന്നത്? എന്റെ ഭാര്യനെ അല്ലേ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്, അവർക്ക് വൈകായിക വരുമ്പോൾ ഞാൻ കൊണ്ടുപോകും, അല്ലാതെ വേറെ ആരും അവളെ കൊണ്ടുപോകാൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ടാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അങ്ങനെ മരുന്നൊക്കെ മേടിച്ചു. നമ്മുടെ രേവതിക്ക് ഒത്തിരി വലിയ പനി ചെറിയ രീതിയിൽ മാത്രമാണ് ഉള്ളത്. അപ്പം പനിക്കുള്ള മരുന്നൊക്കെ മേടിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ആ ഒരു കാഴ്ച. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അതായത് നെക്സ്റ്റ് വീക്ക് പ്രമോയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. നമ്മുടെ ശ്രുതിയുടെ അമ്മയില്ലേ, ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ മോനും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ആംബുലൻസിന്റെ ഇങ്ങനെ കൂക്കുവിളി കേട്ടു. ഈ കൂക്കുവിളി കേട്ടതും പെട്ടെന്ന് എല്ലാവരും ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് വരുമ്പം സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ കേട്ടു. അപ്പം പെട്ടെന്ന് നമ്മുടെ സച്ചി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പെട്ടെന്ന് അവിടെ കിടക്കുന്ന ഒരു വീൽ ചെയർ എടുത്തുകൊണ്ട് പോകുന്നു. അതിനകത്തേക്ക് ഒരു കുട്ടിയെ കയറ്റുന്നു. കുട്ടിയുടെ കണ്ണ് രണ്ടും കെട്ടി വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തൊരു അമ്മ നിൽക്കുന്നു. കരഞ്ഞു വിളിച്ചുകൂവിയാണ് അമ്മ നിൽക്കുന്നത്. നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ്. അയ്യോ എന്റെ പേരക്കുട്ടിക്ക് എന്താ പറ്റിയത്, എനിക്കറിയില്ല, എന്റെ പേരക്കുട്ടി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പം അങ്ങോട്ടേക്ക് പെട്ടെന്ന് നമ്മുടെ സച്ചിയുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ സച്ചി പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അയ്യോ ഇതാരാ, ഇത് ആദിമോനല്ലേ, ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് എന്താ ആന്റി പറ്റിയത്, എന്താ പറ്റിയത്, ആദിമോൻ എന്താ പറ്റിയത്? അത് പിന്നെ അവനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി വന്ന് ഇടിച്ചു. അവനൊരു ബോൾ എടുക്കാൻ പോയതാ, അവന്റെ കണ്ണിന് എന്തോ സംഭവിച്ചു. ഡോക്ടർ പറയുന്നത് ഒരു ഓപ്പറേഷൻ വേണമെന്നാ. അവിടുത്തെ ഹോസ്പിറ്റലിലൊന്നും പറ്റില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടേക്കാണ് ഡോക്ടർ എഴുതി തന്നത്, അതുകൊണ്ട് കുട്ടിയെ കാണിക്കാൻ വേണ്ടി വന്നതാ എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്കും പേടിയായി പോയിട്ട്. അപ്പൊ സച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സ്പോട്ടിൽ തന്നെ രേവതിയും വന്നു. രേവതി വന്നിട്ട് എന്താ സച്ചേട്ടാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ആദിക്ക് ഇതാണ് സംഭവം, ആദിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ്, അവരുടെ നാട്ടിൽ നിന്ന് അത് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണ്, ഡോക്ടേഴ്സ് പറഞ്ഞു വിട്ടതാണ്, അവിടെ ഇതിനുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഇല്ല രേവതി, ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആന്റിയുടെ കൂടെ നിൽക്കാം, വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ ചോദിക്കുന്നുണ്ട് അല്ല ആന്റി വേറെ ആരും ഇല്ലെന്ന് ചോദിക്കുമ്പം അത് പിന്നെ വേറെ ആരും ഇപ്പൊ എന്റെ കൂടെ തൽക്കാലം വന്നിട്ടില്ല എന്ന് പറയാം. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് ഈ കുട്ടീനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓപ്പറേഷൻ തന്നെ വേണമെന്നാണ് ഡോക്ടറും ആവശ്യപ്പെടുന്നത്. അപ്പം ഡോക്ടറും പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ഇതേ സമയം തന്നെ നമ്മുടെ സുധീനെയും ശ്രുതിനെയും കാണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഷോറൂം വികസിപ്പിക്കുന്നതിനുള്ള ഓരോ പ്ലാനും പദ്ധതിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു ഐറ്റം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഒരു 50,000 രൂപയുടെ TV എടുക്കുമ്പോൾ അതിനകത്തൊരു 10,000 രൂപയുടെ കെറ്റിലൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാൾ വരുന്നു, അവരെ ഇംപ്രസ് ചെയ്യിക്കുന്നു. ആദ്യം കെറ്റിലിനെ കുറിച്ച് തന്നെ പറയുന്നു, ഇതിനകത്ത് നല്ല ആവശ്യത്തിന് ചൂടുവെള്ളം നമുക്ക് ആവശ്യത്തിനൊക്കെ എവിടെ വെച്ചാണെങ്കിലും തിളപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ കെറ്റിലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിശദീകരിച്ച് കേൾപ്പിക്കുന്നു നമ്മുടെ ശ്രുതിയും കൂടി. അപ്പോഴേക്കും അയാൾ അത് കൊള്ളാലോ, അപ്പം TV മേടിക്കുമ്പോൾ അതും ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ, അപ്പം 10,000 രൂപയുടെ ആണല്ലോ, അപ്പം 10,000 രൂപ ലാഭം. ഇതൊക്കെ ബിസിനസ് ട്രിക്കാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. അപ്പം ഈ ഒരു സമയത്താണ്, അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. വേറെ ആരുമല്ല ഫോൺ കോളിൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയാണ്. അപ്പൊ ശ്രുതിയുടെ അമ്മ വെപ്രാളപ്പെട്ട് ശ്രുതിനെ വിളിക്കുക. അപ്പൊ ശ്രുതി അവിടെ ഒരാൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ കോൾ വന്നത്. അപ്പൊ ശ്രുതിയുടെ ഫോൺ എടുത്തിട്ട് ദേ ഒരു കോൾ വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ശ്രുതി പറഞ്ഞിട്ട് പേരെന്താ അടിച്ചിട്ടേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോൺ മേടിച്ചിട്ട് അതെ ഇതെന്റെ ഒരു കസ്റ്റമറാന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി നമ്മുടെ ശ്രുതിക്ക് അമ്മയെ വിളിക്കുന്നത്. അപ്പൊ ശ്രുതി എന്ത് ചെയ്തു, പതിയെ മാറി അങ്ങ് പോയി നിന്നിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്.
ഹലോ, എന്താ അമ്മ ഇപ്പം വിളിച്ചത്? ഞാനിപ്പം ഇവിടെ കടയിലാണ് ഉള്ളത്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ വിളിക്കരുതെന്ന്. അത് പിന്നെ മോളെ ഞാൻ വിളിച്ചത്, ദേ എന്താണെങ്കിലും ഇപ്പം എനിക്ക് കേൾക്കാൻ സമയമില്ല. അയ്യോ മോളെ ഞാൻ പറയുന്നു എന്ന് കേക്ക്. അതെ, നമ്മുടെ മോനില്ലേ ആദ്യമോൻ ഇപ്പം ഹോസ്പിറ്റലിലാണ്, അതും ഇവിടെ അടുത്ത് തന്നെയാ. അവനെന്താ പറ്റിയത്? അവനെന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായത്. അവൻ ബോൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അവൻ്റെ കണ്ണിന് ഒരു ചെറിയ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. എനിക്ക് പേടിയാവുക മോളെ, ഞാൻ തന്നെ ഉള്ളൂ. എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എൻ്റെ ഈശ്വര, എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും കരച്ചില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി വിഷയം ഇച്ചിരി പ്രശ്നമാണ്, വിഷയം ഇച്ചിരി പ്രശ്നമാണ്. തൻ്റെ കുഞ്ഞാണല്ലോ, അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യുന്നത്, അങ്ങോട്ടേക്ക് പോവാണ്. എങ്ങോട്ടേക്ക്? ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകാൻ അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമോ നമ്മുടെ ശ്രുതിക്ക്? ശ്രുതിയോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വേണം പോകാൻ. അപ്പം അവിടെയാണെങ്കിൽ രേവതിയും സച്ചിയും ഉള്ള കാര്യവും പറഞ്ഞു കൊടുക്കാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മ. അതും ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ഞാൻ വിട്ടുപോയിട്ടോ. അപ്പം അതും ഇടയ്ക്ക് ശ്രുതിയുടെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. വേറെ ഒരു രീതിയിലും അല്ല ശ്രുതിയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അവരിവിടെ വന്നിട്ടുണ്ട്, എനിക്കറിയില്ല അവർ എന്തിനാ വന്നതെന്നൊന്നും. ഏതായാലും യാദർശികമായിട്ട് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ ഇത് വലിയ പ്രശ്നമാവുമല്ലോ അമ്മയെന്ന് പറയുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല, ഞാൻ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്കാം. മോൾ എത്രയും പെട്ടെന്ന് കയറി ഇങ്ങോട്ട് വരാൻ പറയുക ശ്രുതിയോട്. ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, പുള്ളിക്കാരിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ഈ പുള്ളിക്കാരി ഒന്നിനും അങ്ങോട്ട് നല്ലൊരു മറുപടി കൊടുക്കുകയോ എന്താ പറയാ, ഒരു കറക്റ്റ് ആൻസർ കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തോ രേവതിയോട് സച്ചിയോടും പൊക്കോ സാരമില്ല ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ രേവതി സച്ചിയും ഒറ്റയ്ക്ക് നിർത്തുന്നില്ല കേട്ടോ. ആ ഒരു ഓപ്പറേഷൻ കഴിയുന്നത് വരെ, അപ്പൊ തന്നെ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഓപ്പറേഷൻ കഴിയുന്നത് വരെ നമ്മുടെ രേവതി സച്ചി അവരുടെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കടയില് നമ്മുടെ ശ്രുതി കള്ളം പറയാണ് ശ്രുതിയോട്. അതെ ശ്രുതി, നമ്മൾ ഈ ഒരു കടയിൽ ഇരുന്ന് മാത്രം ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നമ്മൾ ബിസിനസ് ചെയ്യുമ്പം എന്താണ് വേണ്ടത്, നമ്മൾ പുറത്തും കൂടി ഇതൊക്കെ കൊണ്ടുവന്ന് നടന്ന് കാണിക്കണം. ഈ ബിസിനസ് കൊണ്ടു നടന്ന് എല്ലാം പരിചയപ്പെടുത്തണം. അതല്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പം നമുക്ക് കുറച്ചുകൂടെ കസ്റ്റമേഴ്സിനെ പിടിക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, സൂപ്പർ ഐഡിയ ആണല്ലോടി, നിന്റെ തല, നിനക്ക് നല്ല ഐഡിയാസ് ഉണ്ടല്ലോടി എന്നൊക്കെ പറഞ്ഞപ്പം എങ്കിൽ പിന്നെ 2 കെറ്റിൽസ് ഒക്കെ എടുക്കുക. ഞാൻ ആദ്യം ഇതും പരിചയപ്പെടുത്തണമല്ലോ, ആദ്യം ഈ കെറ്റിൽസ് ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് വേണമല്ലോ പറയാനായിട്ടെന്ന് പറഞ്ഞ് കെറ്റിൽസ് ഒക്കെ എടുത്തിട്ട് പോവാണ്. പോകുന്നത് നേരെ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പം ഹോസ്പിറ്റലിൽ ചെല്ലണമെങ്കിലും ഒരു കാര്യം വേണം. അപ്പൊ ഹോസ്പിറ്റലിൽ വെറുതെ നമ്മുടെ ശ്രുതി പെട്ടെന്ന് എടുത്തു ചാടി ചെന്ന് ആ കുട്ടീനെ കാണാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി രേവതിയൊക്കെ പിടിക്കുമല്ലേ. അപ്പൊ ശ്രുതിയുടെ ബുദ്ധി പോകുന്നത് ഓർത്തോണം കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി എന്താണ് ചെയ്യുന്നത്, ശ്രുതി നേരെ ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നിട്ട് അവിടെ നിന്നൊരു സെക്യൂരിറ്റിയോ എന്തോ ഒരു ആള്, ഒരു ജീവനക്കാരൻ, അവിടെ ഒരു സ്റ്റാഫ്, ആ സ്റ്റാഫിനോട് പറയാണ്, അതെ ഞാൻ വന്നിരിക്കുന്നത്, ഞങ്ങളൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ ഈ കെറ്റിൽസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഒരു ലാപ്ടോപ്പ് എടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെറ്റിൽസ് ഫ്രീ ആയിട്ട് കിട്ടും. കെറ്റിൽസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരും. അപ്പം ആ ഒരു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ അയാള്, അതായത് അതായത് നമ്മൾ ആ ഒരു സ്റ്റാഫ്. അപ്പം പറഞ്ഞു, അയാൾ ഇങ്ങനെ ചോദിച്ചു ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും സച്ചി രേവതി അവിടെ ആ ഒരു സ്പോട്ടിൽ വരണം. വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ശ്രുതിയുടെ ഐഡിയ മനസ്സിലാവത്തുള്ളൂ, അതായത് വർക്കാവത്തുള്ളൂ. അങ്ങനെ സച്ചി പെട്ടെന്ന് വന്നിട്ട്, ഇതാര് ശ്രുതിയടത്തിയാണല്ലോ എന്ന് പറഞ്ഞ് അടുത്ത് പോയിട്ട്, ഇതെന്താ പൗഡർ എടുത്ത് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ സച്ചി ഞാനേ നമ്മുടെ ഒരു പ്രൊമോഷനൊക്കെ ആയിട്ട് വന്നതാണ്, വേറൊന്നുമല്ല, ഇത് കടയിൽ ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ പിടിക്കാനുള്ള പുതിയൊരു ടെക്നിക്കാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചോട് പറയുന്നത്, ഒരു കെറ്റിലാണ് ഇതിങ്ങനെ ചൂടാക്കുന്നത്, എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് ചൂടാക്കാൻ പറ്റും, വെള്ളം തിളപ്പിക്കാൻ പറ്റും, ചായ ഇടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തണം. അപ്പൊ അയാൾ ഇത് കൊള്ളാലോ എന്ന് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു, സച്ചി ചോദിച്ചു, ഇതെന്തിനാ ഈ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത്? അതെ, ഹോസ്പിറ്റലിലെ ലാപ്ടോപ്പും അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ആവശ്യമാണല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അവിടെ നിന്ന് വന്ന് മേടിക്കുകയാണെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ഹോസ്പിറ്റലിന് ഒരു ഉപകാരമാണ്, വരുന്ന രോഗികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും അവർക്ക്, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം അതൊരു നല്ല കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്താൻ വന്നതെന്ന് പറയാം. അപ്പൊ സച്ചിയോട് രേവതിയോടും ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ, അത് പിന്നെ ഞങ്ങൾ രേവതിനെയും കൊണ്ട് വന്നതാണ്, എന്നിട്ട് തന്നെ പോകാറായില്ലെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി. നിങ്ങൾ എന്താ പോകാത്തത്? അത് പിന്നെ ഞങ്ങൾ പോകാത്തതേ, അതെ പൗഡർ അടുത്തേക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞങ്ങളൊരു ആന്റീനെ പരിചയപ്പെട്ടായിരുന്നല്ലോ നാട്ടിലൊക്കെ പോയപ്പം, ഒരു ആന്റി ഉണ്ടായിരുന്നല്ലോ ആദ്യമോ, നമ്മുടെ വീട്ടിൽ വന്നില്ലായിരുന്നോ അന്ന് താലിമാറ്റൽ ചടങ്ങിന്? ഓഹോ ഓർമ്മയുണ്ട്, ഒരു കൊച്ചും ഒരമ്മയും, അവരെ ഇവിടെ ഉണ്ട്. എന്ത് പറ്റി, എന്താ അവർക്ക് പറ്റിയത്? അത് പിന്നെ വേറൊന്നുമല്ല, അതെ എൻ്റെ പൗഡർ എടുത്ത് ആ കുട്ടിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി, എന്നിട്ട് ആ കുട്ടിയുടെ കണ്ണിന് എന്തോ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പം വേറെ ആരുമില്ല, ആ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൂടെ വേറെ ആരുമില്ല.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ഓർത്തു, ഏതായാലും അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. ഏതായാലും ഈ സമയത്ത് ഓപ്പറേഷനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പറയുന്നുണ്ട് എന്തുകൊണ്ട് പേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ നമ്മുടെ ശ്രുതി എന്താ പറയാ, എന്നാ പിന്നെ എനിക്കൊന്ന് കാണാമല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത് കേട്ടോ. അല്ലാതെ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, പിടിക്കപ്പെടും. അല്ലാതെ പെട്ടെന്ന് കയറി ചെന്ന ആ ഒരു ഇമോഷണൽ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു ഇമോഷണലൊക്കെ മനസ്സിൽ അടക്കി പിടിച്ചിട്ടാണ് നമ്മുടെ ശ്രുതി കയറി ചെല്ലുന്നത്. ഒരു സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇമോഷണൽ ആവുമല്ലോ, പെട്ടെന്ന് ഇമോഷണൽ വരുമല്ലോ. ആ ഒരു ഇതൊക്കെ ആ ഒരു എന്താ പറയാ, ആ ഒരു അവസ്ഥയൊക്കെ മറികടന്നിട്ട് അതൊക്കെ തരണം ചെയ്ത് പിടിച്ചു വെച്ചിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വരുന്നത് അകത്ത് കയറി. കാരണം ഈ പറയുന്ന ആദിയുടെ അമ്മയും നമ്മുടെ ശ്രുതിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇവരെ അറിയണം. അപ്പം അതിനുള്ള ചെറിയ തത്രപ്പാടിൽ ചെറിയ കുറുക്കു വഴിയൊക്കെ ഇട്ടാണ് പുള്ളിക്കാരി മാക്സിമം അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും ഏകദേശം ഇത്രയും തന്നെ എത്തുമെന്നും അറിയത്തില്ല, യാതൊരു ഉറപ്പുമില്ല കേട്ടോ. ചിലപ്പോൾ ഇത്രയും എത്താനായിട്ടും ചാൻസ് കുറവാണ്. ചിലപ്പോൾ ഇത് കഴിഞ്ഞു പോകുമെന്ന് അറിയില്ല. കൂടുതൽ ചാൻസ് എത്താനായിരിക്കും, എത്തില്ലായിരിക്കും തന്നെ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ എല്ലാ ദിവസവും പറയുന്ന അത്രയും പിറ്റേ ദിവസം വരാറില്ല, കുറച്ചും കൂടി അങ്ങോട്ട് നീണ്ടു പോകും ഞാൻ പറയുമ്പോൾ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ ഇന്നലെ വിശേഷം ഇട്ടിട്ടില്ലായിരുന്നു. എനിക്ക് ഇന്നലെ കുറച്ച് തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതും കൊണ്ടൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കാം, ഡെയിലി വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കാം, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോഴേ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയി, അതുകൊണ്ട് ശബ്ദത്തിന് കുറച്ച് ക്ലാരിറ്റി കുറവ് കാണുമായിരിക്കും. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് കാണാട്ടോ നമുക്ക്. അപ്പോൾ അടുത്ത വിശേഷം ഇനിയിപ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. നമുക്കൊരു വൈകിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ അലീനയുടെ ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടുണ്ട് റിയൽ സ്റ്റോറിക്കകത്ത്. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷം നമ്മളൊരു 7:30 കൂടി അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്, പുറകെ വരുന്നുണ്ട്. ചില ചാനലിൽ നിന്ന് നിങ്ങൾ പലരും കണ്ടു കാണും, കേട്ട് കാണും. എന്നെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏതായാലും അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല. അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ പുറകെ പറഞ്ഞോളാം കേട്ടോ. ഏതായാലും ആ വീഡിയോ കണ്ടു. സത്യത്തിൽ ആരാണ് അപമാനിക്കുന്നതെന്ന് ആ വീഡിയോയിൽ നിന്ന് കേട്ടവർക്കൊക്കെ മനസ്സിലായി കാണുമായിരിക്കും. എന്നെ തന്നെയാണ് അപമാനിക്കുന്നത്, അത് എന്തിനാണ് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. ഈ തമ്പുലൈൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ അതേപടി തമ്പുലൈൻ എടുത്ത് ചെയ്യല്ല. അവരുടെ പേരൊക്കെ മാറ്റിയിട്ടും അതിനും ഞാൻ ഒരുപാട് എന്താ പറയുക മാറ്റം വരുത്തിയിട്ട് തന്നെയാണ് അവരുടെ തമ്പുലൈൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അത് ഇതിന് മാത്രം വലിയ കൊലക്കുറ്റമായിട്ടോ എന്തോ അവരെ ഞാൻ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു കേസ് കൊടുക്കട്ടെ, ഞാനും മുന്നോട്ട് പോകാൻ തയ്യാറ് തന്നെയാണ്. കേസ് കൊടുത്തോളൂ. പിന്നെ നിങ്ങൾ ചെയ്ത ആ ഒരു വീഡിയോ, ആ ഒരു ഒറ്റ വീഡിയോ മതി. ഞാൻ ഇതിനെക്കുറിച്ച് ബാക്കി പറയാട്ടോ. ഞാൻ പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഞാനും അതേ രീതിയിൽ തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നെ ചെയ്യാം. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമേ.